ചൂരൽമല പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്യാഷ് ഫ്ലോന്റെ ഇഷ്യൂ വന്നതിനായിരുന്നു. വയനാട് ഹോട്ടൽസ് എല്ലാം ഡിമ്മായി. ചുരൽമല വിഷയം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസത്തോളം തീരെ കസ്റ്റമർ ഒന്നുമില്ല. പേയ്മെന്റ് കിട്ടാനുള്ളത് എനിക്ക് ഭയങ്കര സ്ലോ ആയി. പർച്ചേസിന് പോകുന്ന ഒരു വാക്ക് എന്തായാലും പഠിച്ചിരിക്കണം. നോ എന്നുള്ളൊരു വേർഡ്, നോ പറയാൻ പഠിക്കണം. എന്നാൽ മാത്രമേ പർച്ചേസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പണ്ടത്തെ ബാഗി പാൻസ് ഒക്കെയാണ് ആക്ച്വലി ഇന്ന് ട്രെൻഡായിട്ട് വരുന്നത്. ഇതൊരു സൈക്കിൾ ആണോ സാർ? അതുപോലെ ഈ ട്രെൻഡ് ശരിക്കും ആരായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക? ട്രെൻഡ് സെറ്റേഴ്സ് ശരിക്കും ഡിസൈനേഴ്സ് ഉണ്ട്. ശരിക്കും കുറച്ച് ഇന്ത്യയിലുള്ള ടോപ്പ് ഡിസൈനേഴ്സിന്റെ ഒരു ക്ലബ് ഉണ്ട്. 3rd ഡേ ഞാൻ ഉച്ചവരെ മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഞാൻ മടങ്ങുന്നു. ഡ്രൈവർക്ക് ഭയങ്കര സങ്കടം. കാരണം ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഞാൻ കൊടുക്കണം. അയാൾ പറഞ്ഞു, സാർ ഒന്നും ഉപകാരമില്ലാണ്ട് ഇപ്പൊ വന്നിട്ട്. അതും സാറില്ല, ഇതെല്ലാം ബിസിനസിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു. ചില ആൾക്കാർ ലോൺ എടുത്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങും. ചില ആൾക്കാർ റെഡി ക്യാഷ് കയ്യിൽ വെച്ചിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങുക. സാറിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഹായ് സാർ, വെൽക്കം ടു ഷോ. ഹലോ സാർ, എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ എന്തുകൊണ്ടാണ് ഈ ടവൽ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തതെന്ന്? കാരണം ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്ത് കുറേയധികം വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ വൈ ടവൽസ് ഓർ വൈ ഓൺലി ടവൽസ്? ആക്ച്വലി ടവല് മാത്രമല്ല, നമ്മള് ബെഡ്ഷീറ്റ്സും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പം ടവൽ ബെഡ്ഷീറ്റ്സ് ഉള്ള ഒറ്റ ഒരു വാക്കിൽ പറയാൻ വെച്ചാൽ ഇതിന് ഡെഡ് സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ഇതിന് നമ്മൾ ടെക്സ്റ്റൈൽ പോലെ കുറച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ഫാഷൻ മാറുക, കുറച്ച് കഴിഞ്ഞാൽ അത് ഡെഡായി കിടക്കുക, അങ്ങനത്തെ ഒരു ഇതും ഈ ഇതിൽ വരുന്നില്ല. ഇതിൽ നമുക്ക് എപ്പോഴും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. സർ, എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കുറേ അധികം പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ സാർ സ്റ്റാർട്ട് ചെയ്തത് ടവൽസ് എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ കൂടിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള പല പ്രോഡക്റ്റ് കാറ്റഗറീസും ഉണ്ട്. ബട്ട് വൈ ഓൺലി ടവൽസ്? അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടവൽസ് എന്ന് പറയുന്ന സെഗ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ടവൽ എന്നുള്ള എനിക്ക് തോന്നുന്നു ഒറ്റ വാക്കിൽ പറയാന്ന് വെച്ചാല് ദർ ഇസ് നോ ഡെഡ് സ്റ്റോക്ക് ഇൻ ദിസ്. പിന്നെ ഒന്ന്, ഇത് ഫാഷൻ ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തോണെങ്കിൽ ഇത് കാലാകാലം ഈ ഒരു ബ്രാൻഡ് ഈ ഒരു ക്വാളിറ്റി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും. കാരണം അതാണ് ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള എനിക്ക് തോന്നിയൊരു ഈ ടവൽസിന്റെ ബിസിനസ്സിൽ എനിക്ക് തോന്നിയൊരു കോൺസെപ്റ്റ്. ഓക്കെ സാർ, ഇപ്പം ഈ ടവൽസ് എന്ന് പറയുന്ന സമയത്ത് സാറിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും B2B ആണോ അല്ലെങ്കിൽ B2C ആണോ? B2B ആണ്, ഡയറക്റ്റ് ടു ദ ഹോട്ടൽസ് ആണ്. ഡയറക്റ്റ് ഹോട്ടൽസ് ആൻഡ് ഡയറക്റ്റ് റിസോർട്ട്സ് ഇവർക്ക് മാത്രമേ ടവൽസ് സപ്ലൈ ചെയ്യുന്നുള്ളൂ. B2Cക്കും ടവൽസ് ആക്ച്വലി ആവശ്യം ഉണ്ടാവില്ലേ? ആ ഒരു മാർക്കറ്റ് കാറ്റർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമ്മള് അതിലേക്ക് ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓൺലൈൻ ഫോക്കസിംഗിലുണ്ട്, എന്തായാലും കുറച്ചൊരു ഐഡിയയിലുണ്ട്. ബട്ട് ഇപ്പം ഡയറക്റ്റ് ഓൺലി ടു ദ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽസും ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ഇപ്പം നമ്മളൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ നമ്മൾ ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു ടവൽ ഒരാൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാസം വരെ അല്ലെങ്കിൽ എത്ര വർഷം വരെ അവർക്ക് ആ ടവല് യൂസ് ചെയ്യാൻ പറ്റും എന്ന വല്ല കണക്ക് വല്ലതും ഉണ്ടോ അതിനകത്ത്? നോർമലി ഇതിന് പിന്നെ വാഷിംഗ് ഒരു ടേം ഉണ്ട്. ഐ മീൻ ഒരു 120 വാഷ് അല്ലെങ്കിൽ 140 വാഷ്. അതാണ് ഒരു ബെഡ്ഷീറ്റിനും ടവൽസിനും നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി. മിനിമം ഒരു 120 വാഷ് കിട്ടും എന്തായാലും ഒരു ടവല് മിനിമം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നിയർ ബൈ ഒരു 8 to 9 months അല്ലെ 10 months ഉള്ളിൽ ആ ക്വാളിറ്റി അത്രയും കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 9 months കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടൽസ് അത് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ, അതോ പിന്നെയും അവർക്ക് കുറച്ചു കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റുമോ? അത് അധികം ഹോട്ടൽസ് ആരും 50-50 ആണ്. ചിലപ്പോൾ ചില ആൾക്കാർ യൂസ് ചെയ്യും. നല്ല ഹോട്ടൽസ്, ഐ മീൻ 4-star കാറ്റഗറിയിലെ ഹോട്ടൽസ് ഒക്കെ ആണെങ്കിൽ അവരെന്തായാലും ചേഞ്ച് ചെയ്യും. കാരണം അവരുടെ ബ്രാൻഡിനെ ബാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് അവരെന്തായാലും അത് മാറ്റിയിരിക്കും. എന്തായാലും അത്രയും പൊട്ടൻഷ്യൽ ആക്ച്വലി ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അപ്പം ടവൽസ് എന്ന് പറയുന്ന സെഗ്മെന്റ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ടവൽസ് ആൻഡ് ബെഡ്ഷീറ്റ്സ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ B2B ഇൻഡസ്ട്രിയിൽ അത്രയും പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് സൈസ് ശരിക്കും ഈ ഒരു മാർക്കറ്റിലുണ്ടോ? ഹോട്ടൽസിന്റെ റിസോർട്ട്സിന്റെയും ഹോം സ്റ്റേന്റെ എല്ലാം നോക്കുക വെച്ചാൽ നമ്മളിരിക്കുന്ന വയനാട് മാത്രം ഉണ്ട് 2000+ റിസോർട്ട്സ്, ഹോം സ്റ്റേ എല്ലാം ഇൻക്ലൂഡിങ് വയനാട് മാത്രം ഉണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിസോർട്ട്സും ഇതുള്ളത് വയനാട് തന്നെയാന്ന് എൻ്റെ ഒരു തോന്നല്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു. പിന്നെ എറണാകുളം എത്ര ഹോട്ടൽസ് ഉണ്ട്?
5 സ്റ്റാർ ഹോട്ടൽസ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹോട്ടൽസ് ഉള്ളത് കേരളത്തില് എറണാകുളത്തായിരിക്കും. പിന്നെ കാലിക്കറ്റ് ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ആലപ്പുഴ, എവിടെയൊക്കെ മുന്നാറുണ്ട്. മുന്നാറാണ് പിന്നെ എനിക്ക് തേർഡ് ഹൈയസ്റ്റ് ഹോട്ടൽസ് ഉള്ളത്. ഇതെല്ലായിടത്തും ഇത് വേണമല്ലോ. ഹോട്ടൽസിൽ ടൂറിസം എത്ര കാലം ഉണ്ടോ അത്രത്തോളം നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പ്രത്യേകിച്ചും സാർ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഫാഷൻ ഓറിയന്റഡ് പ്രൊഡക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സ് പെട്ടെന്ന് ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാന് വയനാട് തുടങ്ങിയിട്ട് ഇപ്പൊ 4 years ആയി. ഞാൻ തുടങ്ങുന്ന സമയത്ത് ശരിക്കും 1-2 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരാൾ ബത്തേരിയിലും അവിടെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാന് എന്റെ ബ്രാൻഡിങ്ങും ഇതെല്ലാം ചെയ്ത സമയത്ത് അത് റെപ്ലിക്കേറ്റ് കൽപ്പറ്റയിൽ ഒരാൾ വന്നു, താമരശ്ശേരിയിൽ ഒരാൾ വന്നു. അപ്പം കേരളത്തിന്റെ ഒരു എന്താ പറയാ കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. കേരളത്തിലെ ഒരു സാധനം പ്രൊഡക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ എന്തായാലും 100 ആള് വരും. നമ്മളെല്ലാം ഒരു ഹോട്ടൽ തുടങ്ങി അവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ 3-4 ഹോട്ടൽ ആ പ്രദേശത്ത് വരുന്നത് കോമൺ ആണ്. അതേപോലെ തന്നെയാണ് ഇതും. ഇപ്പൊ എനി ബിസിനസ്, ഏത് ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്. അത് എന്തായാലും വേറെ ആൾക്കാരെ 4 ആൾ ഓടിയിട്ടോ 3 ആൾ ഓടിയിട്ടോ അത് അതിന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ 1 കിലോമീറ്റർ ഉണ്ടോ ഇല്ല അല്ലെങ്കിൽ തൊട്ടടുത്ത് പറ്റണോ അതന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ ഒരു ബിസിനസ്സിലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ത്രെറ്റ് ഉണ്ട്. കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട്. കാരണം നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് കൂടുതലും കോയമ്പത്തൂരിലുള്ള മാനുഫാക്ചേഴ്സ് ഉണ്ട്, കുറച്ച് അവരായിട്ട് കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളത്തും അധികം പ്ലേയേഴ്സ് ഒന്നും ഇല്ലേ. പക്ഷെ എവരിവെയർ കോമ്പറ്റീഷൻ ഇസ് ദെയർ. സർ, ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമായിരുന്നു? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതൊരു നമ്മളെ ടെക്സ്റ്റൈലിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണൂരിൽ നിന്നുള്ള ഒരു ടവല്, കണ്ണൂരിൽ നിന്നൊരു ലിനന്റെ ടവൽ ഒരാൾ കൊണ്ടുവന്നു. ഹാൻഡ് കച്ചീഫ് അല്ല, ലിനൻ നമ്മളെ നോർമൽ തോർത്തെന്ന് പറയും. അപ്പൊ അത് കൊണ്ടുവന്ന സമയത്ത് ഇപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു ഇത് എവിടുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചു. അയാൾ പറഞ്ഞു ഞാൻ കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നതാന്ന് പറഞ്ഞു. ഞാൻ ആ പ്രൊഡക്റ്റ് സാമ്പിൾ വാങ്ങിച്ചു. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടപ്പം ഞാനിത് നേരം എനിക്ക് തോന്നി ഇത് ഈറോഡ് മാനുഫാക്ചറിങ് ഉള്ള കോട്ടൺസിന്റെ എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോട്ടൺ മാനുഫാക്ചറിൽ ഈറോഡാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈറോഡിൽ എനിക്കൊരു അറിയുന്ന ഒരാൾ ഏജന്റിന് അയച്ചു കൊടുത്തു ഈ പ്രോഡക്റ്റ്. അപ്പൊ അയാൾ പറഞ്ഞു യെസ് ഇത് ഈറോഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോക്ക്ഡൌണിന്റെ എനിക്കൊന്ന് സെക്കൻഡ് ലോക്ക്ഡൌൺ, ഞാൻ ആ സെക്കൻഡ് ലോക്ക്ഡൌണിന് കാർ എടുത്തിട്ട് നേരെ ഈറോഡേക്ക് പോയി. ഈ ടവൽ എടുത്തിട്ട് ഞാൻ ഈറോഡേക്ക് പോയി. അങ്ങനെ ആ ഒരു സെർച്ചിലാണ് പിന്നെ ഞാൻ ഇപ്പം ഈ ഒമ്മിക്കോ എന്നുള്ള ഇതിൽ നിൽക്കുന്നത്. അതാണ് ദാറ്റ് വാസ് മൈ ബിഗിനിങ്. സെക്കൻഡ് ലോക്ക്ഡൌണിലായിരുന്നു സാർ. സെക്കൻഡ് ലോക്ക്ഡൌൺ ആണ് ഇത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ആക്ച്വലി അതിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെടുത്തു ഞാൻ അതിന്റെ മാനുഫാക്ചറിങ് സ്ഥലത്ത് പോയി, മില്ലിൽ പോയി അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തു. അപ്പം ഈ ലിനൻ ചെയ്യാൻ പറ്റും. പക്ഷെ അവ കുറെ കഴിഞ്ഞപ്പോ ഈ തോർത്ത് മാത്രം എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ കാര്യമില്ലല്ലോ. കാരണം ഇത് റീറ്റെയിൽ സ്റ്റോറിൽ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി വേറെ എന്തെങ്കിലും ഇതിന്റെ കൂടെ ഒരു ആഡ് ഓൺ ചെയ്യാന്നുള്ളതിൽ അങ്ങനെയാണ് ഞാൻ ടെറി ടവൽസ് ഉള്ള മൈൻഡിൽ വന്നത്. അപ്പൊ ടെറി ടവൽസ് ചെയ്യാൻ വെച്ചാൽ ആ ടെറി ടവൽസും ഇതും എടുത്തിട്ട് സൂപ്പർ മാർക്കറ്റ്സിൽ കൊടുക്കാം. ആദ്യം അങ്ങനെയായിരുന്നു. ഹോട്ടൽ എന്റെ മനസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല. ആദ്യം സാമ്പിൾ കാണിക്കാൻ പോയ സമയത്ത് അവര് പറഞ്ഞു അത് കളേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അഗൈൻ ഒരു കൺഫ്യൂഷൻ ആയി. ഇത് ഞാൻ വൈറ്റ് എടുത്തിട്ടാ പോകുന്നത്, ഞാൻ വൈറ്റ് ടവലായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ അവര് പറഞ്ഞ എല്ലാ കളേഴ്സും വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അഗൈൻ ഞാൻ ഈ റോഡില് ഇങ്ങനെ ഈ ഒരു എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിന് ശേഷം ഞാൻ ഈ റോഡും കുറെ സ്ഥലങ്ങളുണ്ട്, ഈ റോഡിന് നിയർ ബൈ ആയിട്ട് കുറെ സ്ഥലങ്ങളുണ്ട്, ഇതിന്റെ മാനുഫാക്ചറിങ്ങിന്റെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ എല്ലാം പോയപ്പോ എനിക്ക് ഓരോ ഇതിന്റെയും മാനുഫാക്ചറിന്റെയും യൂണിറ്റ് ഒന്നും അറിയാൻ പറ്റി, ഇതിന്റെ ഡിഫിക്കൽട്ടി. അങ്ങനെ കളർ ടവൽസിലേക്ക് ഞാൻ എത്തി. അവസാനം കളർ ടവലിലെത്തി. പിന്നെ കുറച്ച് കളർ ടവലിലെത്തിയപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് ഇത് കളർ ടവൽ ഈ സൂപ്പർ മാർക്കറ്റ്സിൽ അവര് ക്രെഡിറ്റ് വയ്ക്കാൻ തുടങ്ങി. അവര് 90 days ക്രെഡിറ്റ്, 120 days ക്രെഡിറ്റ് ഒക്കെ വെച്ചു. അപ്പൊ അത് ഈ സമയത്ത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് അത്. കാരണം അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുക, നമ്മള് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അതിൽ വരും. അപ്പൊ ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് മെല്ലനെ മാറി. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു ഓപ്ഷൻ കുറേ ഇപ്പൊ തോന്നി ഈ ഹോട്ടൽസിലേക്ക്. അപ്പൊ ഞാൻ എപ്പോഴും ആ സമയത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ 20 years ഞാൻ ട്രാവലിംഗ് ആയിരുന്നു.
അപ്പൊ ട്രാവലിംഗ് സമയത്തൊക്കെ എവറി മന്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്നപ്പോഴാണ് എനിക്ക് എവിടെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ടവൽസ് എവിടെയും ഹോട്ടൽസിലൊന്നും കാണില്ല. ഹോട്ടലിന്റെ പേരുണ്ടാവും, ലേബിൾ ഉണ്ടാവും, എല്ലായിടത്തും അധികടത്തും ഉണ്ടാവും. അപ്പൊ പക്ഷെ ആരും ബ്രാൻഡ് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ ഒരു ക്വാളിറ്റിന്റെ പേരോ അങ്ങനത്തെ ഒരു ഒന്നും കാണുന്നില്ല. ആ മനസ്സിൽ പിന്നെ വന്നപ്പോഴാണ് ഞാൻ ഒരു ബ്രാൻഡ് ചെയ്തിട്ടുള്ള ടവൽസ് ഇറക്കാന്നുള്ളൊരു മൈൻഡിലേക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് അതിലേക്ക് വന്നതിന് ശേഷം പിന്നെയാണ് ഹോട്ടൽ സെഗ്മെന്റിലേക്ക് കയറുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഹോട്ടൽ സെഗ്മെന്റ് കയറിയപ്പോ അവര് പറഞ്ഞ് ഈ വെറും ടവല് കിട്ടിയിട്ട് എന്താ, അപ്പൊ നമുക്ക് ബെഡ്ഷീറ്റ് ഇതൊക്കെ വേണ്ടല്ലേന്നൊരു 2-3 മാനേജേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബെഡ്ഷീറ്റും ടവലും കോമ്പിനേഷൻ ആയിട്ടാണ് ഒമിഗോ എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി വന്നത്. ഓക്കെ സർ, ഇപ്പം നോർമലി ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ഉള്ള ഒരു 10 കസ്റ്റമേഴ്സിനെ ഗ്രാബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അവരെ നമ്മളെ പ്രോഡക്റ്റ് കൺവിൻസ് ചെയ്യണം, നമ്മുടെ ക്വാളിറ്റി കൺവിൻസ് ചെയ്യണം, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. സാറിന്റെ ഫസ്റ്റ് 10 കസ്റ്റമേഴ്സിനെ സാറിന് എങ്ങനെയാണ് എക്വയർ ചെയ്യാൻ പറ്റിയത്? എന്തെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ലോക്ക്ഡൌൺ കഴിഞ്ഞ് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തൊരു 3rd month ആകുമ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്രോഗ്രാം വന്നു. ഞാൻ കാർ എടുത്തിട്ട് മുന്നാർ പോയി, എറണാകുളം പോയി, ബാംഗ്ലൂർ പോയി. അവിടെ എല്ലായിടത്തും ഞാൻ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഞാൻ തന്നെ, എൻ്റെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു ബാംഗ്ലൂരൊക്കെ. അപ്പം ചില ഫാമിലിയുടെ കാറിൽ ഇരിക്കും, ഞാൻ ഹോട്ടൽസിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഓരോ മാനേജേഴ്സിനെ കാണും. ഐ തിങ്ക് ഞാൻ മോർ ദാൻ 500 ഹോട്ടൽസിൽ ഞാൻ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു 2 months ഗ്യാപ്പില്. അതില് ലോക്ക്ഡൌണില് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഞാൻ നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ ഈ ബാംഗ്ലൂരും മുന്നാറും ഈ എറണാകുളത്തും വയനാട്ടിലും ഈ ഹോട്ടൽസിൽ അങ്ങനെ മോർ ദാൻ 500 ഹോട്ടൽസിൽ ഞാൻ ഡയറക്റ്റ് പോയി ഇതിനെപ്പറ്റി അറിഞ്ഞു. ഐ മീൻ അവരുടെ റിക്വയർമെന്റ് എന്താണ്, അവർക്ക് ഏത് റേറ്റിനാണ് ഇത് വേണ്ടത്, ഏത് ക്വാളിറ്റിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പാണ് എനിക്ക് മനസ്സിലായത് ഈ 2 star ഹോട്ടൽസ്, 3 star ഹോട്ടൽസ്, 4 star ഹോട്ടൽസ്, 5 star ഇങ്ങനത്തെ കാറ്റഗറീസ് ആണ് വരുന്നത്. 2 star എന്ന് പറയുന്നത് ഒരു ലോഡ്ജ്, ഇതങ്ങനത്തെ ടൈപ്പ്. 3 star 4 star എന്ന് പറയുമ്പോൾ നമുക്ക് വയനാടൊക്കെ ഏറ്റവും കൂടുതൽ 3 ഉം 4 ആണ്. പിന്നെ 5 എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് താജും ക്രൗൺ പ്ലാസ അങ്ങനത്തെ കുറെ പ്രൊഡക്റ്റ് ആണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ കാറ്റഗറീസ് അറിഞ്ഞ് ക്വാളിറ്റി മനസ്സിലായി. അങ്ങനെ ആ ഒരു സ്റ്റഡിയിലാണ്, 1500 ഈ 2 മാസത്തെ സ്റ്റഡിയിലാണ് എനിക്ക് ഏതെല്ലാം ക്വാളിറ്റി വേണമെന്നും ഏതെല്ലാം ക്വാളിറ്റിയാണ് മാർക്കറ്റിൽ പോകുന്നതെന്നും എന്താ പ്രൈസിങ് എന്നും അങ്ങനെയൊക്കെ മനസ്സിലായത് ആ ഒരു യാത്രയിലാണ്. ഓക്കെ സാർ, അപ്പം ഓരോ ക്ലാസ് ഓഫ് ഹോട്ടൽസ് ഉണ്ട്. അപ്പം 2 star 3 star, അപ്പം ഇവർക്കൊക്കെ സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് തന്നെയാണോ? അവരുടെ ക്ലാസ്സിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആണോ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെയിം കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് തന്നെയാണ് നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യുന്നത്? അല്ല, എല്ലാവർക്കും വേറെ വേറെ ക്വാളിറ്റിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, 3 star ആണെങ്കിൽ ഒരു പേരുണ്ട്, TC എന്ന് പറയും, ത്രെഡ് കൗണ്ട് 200 TC. ആക്ച്വലി ഇങ്ങനെയാണ് ക്വാളിറ്റി വൈസ് വരുന്നത്. 200 TC, 300 TC, 400 TC. അപ്പൊ ഇത് ഈസിയാണ്. 400 TC എന്ന് പറയുന്നത് 4 to 5 star ഹോട്ടൽസ് ഉപയോഗിക്കുന്ന സാധനം. 300 TC എന്ന് പറയുന്നത് 3 star 4 star ആളും ഉപയോഗിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്. അതിന് ത്രെഡിന്റെ കൗണ്ടാണ്, ത്രെഡ് കൗണ്ടിനാണ് TC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ആക്ച്വലി ഹോട്ടൽസിലുണ്ട്. ടവൽസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ടവൽസിൽ ഗ്രാം വൈസ് ആണ്. ഓക്കെ, ചില ആള് 600 gram ഉപയോഗിക്കും, ചില ആൾക്കാർ 650 gram ഉപയോഗിക്കും, ചില ആൾ 550 ഉപയോഗിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. എല്ലാ ക്വാളിറ്റിയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സാർ, ആ 2 months ഏകദേശം 500 റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും സാറിന് എത്ര ബിസിനസ് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഐ മീൻ എത്ര കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? അതിൽ എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 2 മാസത്തിന് ശേഷം, 2 മാസം കഴിഞ്ഞതിന് ശേഷം, ഞാൻ ഇത് തുടങ്ങിയ ശേഷം എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ മുന്നാറിലേക്ക് ടാക്സി എടുത്തിട്ടാണ് പോയത്. ഞാൻ അവിടുന്ന് ടാക്സി എടുത്തു. കാരണം ഞാൻ എന്തിനാ എങ്ങനെ പോകുന്ന വെച്ചാൽ, എനിക്ക് ടാക്സി ചെയ്യുമ്പോൾ എനിക്ക് റിസപ്ഷന്റെ മുന്നിൽ ഇറങ്ങി മാനേജറെ കണ്ട് വേഗം കാറിലേക്ക് കയറാം. അപ്പൊ ഞാൻ കാർ എടുക്കണേ, പാർക്ക് ചെയ്ത് ഒരുപാട് ടൈം പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ടാക്സി എടുത്തിട്ട് എറണാകുളത്ത് നിന്ന് മുന്നാർ പോയി. ഞാൻ 3 ദിവസത്തെ പാക്കേജ് ആയിരുന്നു എടുത്തത്. 3 ദിവസം അവിടെ വന്ന് 3rd day നമുക്ക് തിരിച്ചു മടങ്ങാം. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ടാക്സിക്കാരനായിട്ട് പോയ സമയത്ത്
ഏകദേശം ഞാൻ ഒരു 30 ഹോട്ടൽസ് കവർ ചെയ്തു ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ 30 ഹോട്ടൽസ്. ഫസ്റ്റ് ഡേ 25 to 30 ഹോട്ടൽസ് കവർ ചെയ്തു. സെക്കൻഡ് ഡേ സെയിം 25 to 30 ഹോട്ടൽസ് കവർ ചെയ്തു. തേർഡ് ഡേ എനിക്ക് ഈവനിങ് മടങ്ങണം. അപ്പൊ ഈ 2 ദിവസം എനിക്ക് ഒരു ഓർഡറും കിട്ടിയിട്ടില്ല. ഞാൻ കയറുന്ന ഇറങ്ങുന്ന അങ്ങനെ ഞാൻ എല്ലാ മാനേജേഴ്സിനെയും കണ്ടിട്ട് ഒരാളും എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും റേറ്റ് അന്വേഷിക്കും പോകും. ഓക്കെ, ഇങ്ങനെ തേർഡ് ഡേ ഞാൻ ഉച്ചവരെ മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഞാൻ മടങ്ങുന്ന സമയത്ത് ഡ്രൈവർക്ക് ഭയങ്കര സങ്കടം. കാരണം ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഞാൻ കൊടുക്കണം. അയാൾ പറഞ്ഞു, സാർ ഒന്നും ഉപകാരമില്ലാണ്ട് ഇപ്പല്ലോ വന്നിട്ട്. ഞാൻ പറഞ്ഞു, അതൊന്നും സാറില്ല, ഇതെല്ലാം ബിസിനസിന്റെ ഒരു ഭാഗമാണെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ തേർഡ് ഡേ മടങ്ങി അങ്ങനെ എല്ലാം പാക്കിൽ ചെയ്യാൻ തിരിച്ചു മടങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞു, സാർ ഇതിന്റെ ഉള്ളില്, അതായത് മുന്നാർന്ന് ഇറങ്ങി, ശരിക്കും ഇറങ്ങിയപ്പോ ഒരു ഭയങ്കര ഉള്ളോട്ട് ഒരു 3 കിലോമീറ്റർ ഉള്ളോട്ടേക്ക് പോയാൽ അയാൾ പറഞ്ഞു, നല്ലൊരു റിസോർട്ട് ഉണ്ട് അവിടെ, അടിപൊളി റിസോർട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ റിസോർട്ടിലേക്ക് ഞാൻ പറഞ്ഞു, മതിയടാ ഇനി വേണ്ട, കാരണം കുറെ നമ്മള് പോയില്ലേ. അല്ല സാർ, ഇതും കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് അവന്റെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ ആ റിസോർട്ടിലേക്ക് പോയി. അപ്പൊ അവിടെ പോയ സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. അതിന്റെ പേര് കൊണ്ടോടി ഗ്രൂപ്പ്സിന്റെ ഹോട്ടൽസ് ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയപ്പം അവിടെ അവർക്ക് 2 ഹോട്ടൽ, ഒന്ന് പുതിയത് വരാൻ പോകുന്നത്, പിന്നെ ഒന്ന് ഓൾറെഡി അവർക്ക് എക്സിസ്റ്റിംഗ് ഉള്ളത്. അപ്പം പുതിയ അടുത്ത് ആരുമില്ല. ആൾ കണ്ടപ്പം ആൾ പോയപ്പം പഴയ അടുത്ത് ആൾ പറഞ്ഞു, അടുത്ത മാസം ഇത് ഉദ്ഘാടനത്തിന് വെച്ചാ ഈ ഹോട്ടലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് കുറെ സാമ്പിൾസ് ഉണ്ട്, എൻ്റെ ബാഗ് നിറച്ച് സാമ്പിൾസ് ആണ്. ഞാൻ മാനേജർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അയാൾ പറഞ്ഞു, ഓണേഴ്സ് എല്ലാം വരുവുള്ളൂ, നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ ബാഗ് നിറച്ച് ഇവിടെ വെച്ചോ, ഇത് കംപ്ലീറ്റ് നിങ്ങൾ കയ്യിൽ വെച്ചോ, എന്നിട്ട് എനിക്ക് പിന്നെ പറഞ്ഞാൽ മതി, ക്വാളിറ്റി ഇഷ്ടപ്പെട്ടാണ് എന്നെ വിളിച്ചായെന്ന്. അങ്ങനെ ഞാൻ ഈ ബാഗ് അവിടെ ഏൽപ്പിച്ചിട്ട് ആ മാനേജറെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ബൈ ഗോഡ്, അത് പിറ്റത്തെ ദിവസം രാവിലെ അവർ വിളിക്കുന്നു, ഓണേഴ്സ് നിങ്ങളെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമായി, ബിക്കോസ് അവർക്ക് കുറെ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. അങ്ങനെ എനിക്ക് അതേ പറഞ്ഞ തേർഡ് ഡേ എനിക്ക് ഒരു ഓർഡർ കിട്ടുന്നത്, ഇത്രയും ഹോട്ടലിൽ പോയിട്ട് എനിക്ക് കിട്ടിയത് ഒറ്റൊരു ഓർഡറാണ്. പക്ഷെ ദാറ്റ് വാസ് എ ബിഗ് ഓർഡർ. അവരെ പുതിയ ഫുൾ പ്രൊജക്ട് ആയിരുന്നു ഞാൻ ചെയ്തത്. ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറി ഹോട്ടലായിരുന്നു. അപ്പം അതാണ് ഇതിനൊരു എന്താ പറയാ, ചിലപ്പോ 100 എണ്ണം ചെയ്താൽ ചിലപ്പോ 1-2 നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത് ഞാൻ ഒരു 1 ഇയറിലേക്ക് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 1000 എബോ ഹോട്ടൽസിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ 6 മാസത്തെ ഗ്യാപ്പില്. അങ്ങനെയാണ് ഞാനിപ്പോ ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 400 ഹോട്ടൽസ് ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യ മീൻസ് ഞാൻ മുന്നാർ, എറണാകുളം, വയനാട് പിന്നെ കണ്ണൂര്, തലശ്ശേരി, എല്ലാ സിറ്റിയിലും ഹോട്ടൽസിലും ഞാൻ ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പം ഈ ഒരു ബിസിനസ്സിനെ സാറിന് അടുത്ത ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിപ്പം ഞാൻ എൻ്റെ കമ്മിങ് സൂൺ ഫെബ്രുവരി 1st വീക്കിന് നമ്മൾ ബാംഗ്ലൂർ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബാംഗ്ലൂർ മൊത്തം നമുക്ക് അവിടുന്ന് സപ്ലൈ പോകാൻ പറ്റും, ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. കാരണം ഈ ട്രാൻസ്പോർട്ടിന് ഇഷ്യൂ ഉണ്ട്, ആൾക്കാർ ഓർഡേഴ്സിന് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം ഓഫീസ് അവിടെ ആക്കിയിട്ട് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബാംഗ്ലൂരിലുള്ള ഹോട്ടൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐ മീൻ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു ഓഫീസ് വരും. അപ്പം എനിക്ക് ബാംഗ്ലൂർ, മൈസൂർ ആ ഒരു ബെൽറ്റ് മൊത്തം നമുക്ക് കവർ ചെയ്യാം. ബാംഗ്ലൂർ, മൈസൂർ ഫുള്ള് കിട്ടുമല്ലോ, ആ ഏരിയ ഫുള്ള് കിട്ടും. ഓക്കെ, പിന്നെ എറണാകുളമൊക്കെ കാലിക്കറ്റിന് പോകാൻ പറ്റും സുഖമായിട്ട്, നിയർ ബൈ ആണല്ലോ. പിന്നെ വയനാട് ഒരു മിഡിൽ ഓഫ് ദി സ്ഥലമാണ് ആക്ച്വലി. നമുക്ക് ബാംഗ്ലൂർ കൊടുക്കാനും ഈവൻ മൈസൂർ അടുത്താണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് മൈസൂരൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ. ഓക്കെ സർ, ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണോ? അതായത് നമുക്ക് അത്രയും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തുടങ്ങാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആണോ ഇത്? ഇനീഷ്യൽ എന്തായാലും ഇൻവെസ്റ്റ്മെന്റ്സ് വരും. ഇതിന് വേറെ ഒന്ന് വെച്ചാൽ ടവൽസ് നമുക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് മിനിമം നമുക്ക് 1000 ടവൽസ് എങ്കിലും മിനിമം മാനുഫാക്ചർ ചെയ്യണം. ഇതിലങ്ങനെ നമുക്ക് ഒരു 50 പീസ് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിന്റെ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1000 ടവൽസ് ആണ്. പിന്നെ ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് 1000 മീറ്റേഴ്സ് നമ്മൾ വീവ് ചെയ്യണം. ഈ 1000 മീറ്റേഴ്സ് വീവ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതിപ്പം 200 TC ഉണ്ടാവും, 300 TC ഉണ്ടാവും,
400 TC ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ VV8 സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ അതിലേക്ക് വരും. ടവൽസ് ആണെങ്കിൽ 600 ഉണ്ടാവും, 650 ഉണ്ടാവും, 550 ഉണ്ടാവും, ഹാൻഡ് ടവൽ ഉണ്ടാവും, ബാത്ത് മാറ്റ് ഉണ്ടാവും. ഇതൊക്കെ ടവൽസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടായില്ലേ. അതായത് പ്രൊഡക്റ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിനെ കണ്ട് വെറും പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. സ്റ്റാഫിനൊന്നും കുറെ സ്റ്റാഫൊന്നും ആവശ്യമില്ല. പിന്നെ ഈവൻ വീവിംഗ് ആണെങ്കിൽ പോലും അതൊക്കെ മെഷീൻ വീവിംഗ് ആണല്ലോ. അതിലൊന്നും അധികം സ്റ്റാഫ് ഓറിയന്റഡ് അല്ല ശരിക്കും. അപ്പം ഇതിന് വെയർ ഹൗസ് കപ്പാസിറ്റി അങ്ങനെ വേണ്ടി വരില്ലേ? വെയർ ഹൗസ് ഉണ്ട് നമുക്കിവിടെ. വയനാട് വെയർ ഹൗസ് ഉണ്ട്, വലിയ വെയർ ഹൗസ് ഉണ്ട്. ഈ റോഡും ചെയ്യുന്നുണ്ട് നമ്മള് വെയർ ഹൗസ്. പക്ഷെ നമ്മള് വലിയ വെയർ ഹൗസ് വയനാട് ഉള്ളത്. ഓക്കെ. സോ നമ്മുടെ ചാനലിൽ കൂടുതലും കാണുന്ന ആൾക്കാർ ഈ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതലും ഞങ്ങളുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത്. ഇവരെപ്പോഴും ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അതായത് ചില ആൾക്കാർ ലോൺ എടുത്തിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങും, ചില ആൾക്കാർ റെഡി ക്യാഷ് കയ്യിൽ വെച്ചിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങുക. സാറിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതായത് ഒരു മിക്സ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, ഇൻക്ലൂഡിങ് ഒരു നെക്സ്റ്റ് 1 ഇയറിലെ ഓപ്പറേഷണൽ എക്സ്പെൻസ് കൂടി കണ്ടിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണോ? ഞാൻ ആക്ച്വലി ചെറിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു വിചാരിച്ചത് വയനാട് തുടങ്ങാൻ. അപ്പൊ എനിക്കൊരു പയ്യൻ എൻ്റെ കൂടെ സ്റ്റാഫായിട്ട് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവനിങ്ങനെ കുറെ കടകൾ കാണിച്ചു. അപ്പൊ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ എനിക്കൊരു വലിയൊരു ഗോഡൗൺ പ്ലസ് സ്റ്റോർ ആയിട്ടുള്ള ഒരു നല്ലൊരു ബിൽഡിംഗ് കണ്ടപ്പം അപ്പൊ ഞാൻ ഇനീഷ്യൽ പ്ലാൻ എനിക്കൊന്ന് ചെറിയ ബഡ്ജറ്റ് ആയിരുന്നു ഇട്ടത്. പക്ഷെ അത് ഈ കട കണ്ടപ്പം ബഡ്ജറ്റൊക്കെ മാറി വലിയ ബഡ്ജറ്റിലേക്ക് പോയി. അത് അങ്ങനെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. മിക്സപ്പ് ആണ്, രണ്ടും ഉണ്ടായിരുന്നു. കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ മിക്സപ്പ് ആയിട്ടാണ് എടുത്തത്. സാർ അങ്ങനെ ഒരു പ്ലാൻഡ് അപ്രോച്ച് ആയിരുന്നു, അല്ലെങ്കിൽ ഓൺ ദ ഗോ ഫണ്ട് സോഴ്സ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്? സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാൻഡ് അപ്രോച്ച് ആയിരുന്നു. പിന്നെ ഓൺ ദ ഗോളാണ് ഫണ്ട് വേണ്ട വന്നത്. കാരണം പിന്നെ എല്ലാ ക്വാളിറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫണ്ട് റേസ് ചെയ്തേ പറ്റും. പിന്നെ അങ്ങനെ ഫണ്ട് കുറച്ച് ആഡ് ഓൺ ചെയ്തത്. ജനറലി സാറിന്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച്, ഇപ്പോൾ സാർ പറഞ്ഞ ഒരു മിക്സ് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ഹാൻഡിൽ നിന്ന് റേസ് ചെയ്യുന്ന ഒരു എമൗണ്ടിന്റെ ഒരു പെർസെൻറ്റേജും നമ്മൾ ബാങ്കിൽ നിന്ന് റേസ് ചെയ്യേണ്ട ഒരു പെർസെൻറ്റേജും അങ്ങനെ വല്ല കണക്കുണ്ടോ? അല്ല, ബാങ്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബാങ്ക് ലോൺസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ബാങ്ക് ലോൺസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചിങ്ങനെ ഓരോ കാറ്റഗറി ഓരോ ടൈമിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഒറ്റയടിക്ക് ഞാനൊരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല അവിടെ ആയിരിക്കും. ലോണൊന്നും ബാങ്ക് ലോൺസ് ഒന്നും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. ജനറലി സാർ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ അപ്പം ഓണ്ടർപ്രണേഴ്സ് അങ്ങനെ ഒരു ബാങ്ക്? കാരണം കുറെ ആൾക്കാർ ബാങ്ക് ലോൺ യൂസ് ചെയ്തിട്ടൊക്കെ ബിസിനസ് മുന്നോട്ട് നീക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നോർമലി ബാങ്ക് ലോൺ ഇസ് ഇറ്റ് എ ത്രെറ്റ്, അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്നതുകൊണ്ടാണോ ആക്ച്വലി? ജനറൽ ഒപ്പീനിയൻ ബാങ്ക് ലോണ് ശരിക്കും ഒരു ത്രെറ്റ് തന്നെയാണ്. ശരിക്കും നമുക്ക് സേഫ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. എപ്പോഴും അതൊരു ബാധ്യതയായിട്ട് എപ്പോഴും ഉണ്ടാവും. എല്ലാ മാസവും കൊടുക്കേണ്ടി വരും. പിന്നെ ഇസ്ലാമിക്കില് പറയാന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പാടില്ല എന്നും കൂടിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും ചെയ്യുന്നുണ്ട്, വേറെ വിഷയം. ഞാനിതുവരെ അങ്ങനെ ബാങ്ക് ലോണായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സാർ കുറേ കൂടി പ്രോഡക്റ്റ് നോളജ് ഭയങ്കരമായിട്ടും ഉണ്ട്. അപ്പം സാറിന്റെ ജേർണി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ 23 ഇയേഴ്സോളം ഞാൻ ടെക്സ്റ്റൈലായിരുന്നു. ഈ ക്ലോത്തിങ് സെക്ടർ തന്നെയായിരുന്നു ഫുള്ളായിട്ട്. അതിലെ ചുരിദാറും സൽവാറും പിന്നെ ഈവൻ ജെൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈൽ തന്നെയാണ്. എൻ്റെ മിഡിൽ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു ജെൻസിന് ശരിക്കൊരു പ്രീമിയം സ്റ്റോർ ഇല്ല എന്നുള്ള, ജെൻസ് മീൻസ് എത്നിക് വെയറിന്. അങ്ങനെ ഞാനൊരു പാർട്ട്ണറും കൂടിയിട്ട് നമ്മള് സെറമണി എന്നുള്ളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. സെറമണി അത് ആക്ച്വലി കേരളത്തിലെ ഫസ്റ്റത്തെ ബ്രാൻഡ് ആയിരുന്നു എത്നിക് വെയറിനുള്ള. ബട്ട് ആ സ്റ്റോർ വലുതൊന്നും ആയിരുന്നില്ല, വെരി സ്മോൾ സ്റ്റോർ, ചെറിയ സ്റ്റോർ ആയിരുന്നു. ബട്ട് കാലിക്കറ്റില്. അപ്പൊ അത് ചെറിയ സ്റ്റോർ ആയിരുന്നു, അപ്സ്റ്റെയറും ആയിരുന്നു. പക്ഷെ നമുക്ക് ചെറിയ റെന്റില് ചെറിയ ഇതിൽ സ്റ്റാർട്ട്, ബട്ട് ഇറ്റ് വാസ് എ ബിഗ് സക്സസ്. പക്ഷെ അത് നല്ല രീതിയിൽ പോകും, ഡെയിലി പോകായിരുന്നു. ഈവൻ എറണാകുളത്ത് നിന്ന് നമുക്ക് കസ്റ്റമർ എത്തുന്നുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് മനോരമ അതൊരു നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു
പേജ് വരെ കിട്ടിയിട്ടുണ്ട്, ഒരു ഹാഫ് പേജ് അവരെ പരസ്യമായിട്ട് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ആദ്യത്തെ എത്നിക് വേസ്റ്റ് സ്റ്റോർ എന്നുള്ള ഒരു ആഡ് പോലെയല്ല, ഒരു ന്യൂസ് ആയിട്ട് വന്നിരുന്നു. അതെനിക്ക് ഭയങ്കര മൈലേജ് കിട്ടിയൊരു ഇതായിരുന്നു, ആ ഒരു മനോരമയിൽ വന്നൊരു ഫീച്ചർ വന്നത്. അങ്ങനെ അത് നല്ല രീതിയിൽ പോയ സമയത്ത് പിന്നെ ഞാൻ എൻ്റെ എവിടെ പ്രോബ്ലം പറ്റിയെന്ന് വെച്ചാൽ അത് ഞാൻ ഷിഫ്റ്റ് ചെയ്തു, വേറൊരു ലൊക്കേഷനിലേക്ക് മാറിയത്. അന്നേരം അത് സ്ലോ ആയി, ആ ബിസിനസ് അതങ്ങോട്ട് സ്ലോ ആയി. അതായത് ഇത് ക്ലോസ് ചെയ്തിട്ട് വേറെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലോസ് ചെയ്തിട്ട് വേറെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതൊരു നല്ലൊരു തീരുമാനമായിരുന്നില്ല. പിന്നെ ആ സമയത്തേക്ക് തന്നെ പിന്നെ ഞാനൊരു 1 year ടൂർ ആകുമ്പോഴത്തേക്ക് തന്നെ 5-8 എത്നിക് വെയർ സ്റ്റോർ വരാൻ തുടങ്ങി കോഴിക്കോട്. അത് കേരളത്തിന്റെ അല്ല, എനിക്ക് എല്ലായിടത്തും ഉണ്ടാവും ഈ കോമ്പറ്റീഷൻ അല്ല, ഒരാളെ സക്സസിന്റെ ബാക്കിൽ പോവാൻ കുറെ ആള് ഉണ്ടാവല്ലോ, എന്തായാലും ഉണ്ടാവല്ലോ. അപ്പം സാർ ആദ്യമായിട്ട് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റോർ എന്ന് പറയുന്നത്, ഐ മീൻ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെറമണി എന്ന് പറയുന്ന ഒരു എത്നിക് വെയർ സ്റ്റോർ. സാർ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സാർ എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഫെയിലിയേഴ്സ് സാറിന് പിന്നീട് തോന്നിയിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അത് ഇനീഷ്യലി ഞാൻ ഒമിഗോ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഐ മീൻ കാലിക്കറ്റിലായിരുന്നു ആദ്യം ചെറിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ കാലിക്കറ്റാണ് ആദ്യം ഞാനിവിടെ ഓഫീസ് ഇട്ടത്. പക്ഷെ 2 മാസം 3 മാസം എനിക്ക് ഒരു ഓർഡറും കിട്ടിയിട്ടില്ല, ഒരു ഓർഡറും വന്നിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് തോട്ട് ബാക്കോട്ട് അടിച്ചത്, എന്താ ഇത് ഇങ്ങനെയാണോ? അത് ആൾക്കാർ ആദ്യം പറഞ്ഞ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ പോയ ഫസ്റ്റത്തെ ഇതില് റൗണ്ടില് എനിക്ക് കുറെ ആൾ എൻക്വയറി വന്നിനായിരുന്നു. പക്ഷെ അതൊന്നും അവസാനം ഫൈനലായിട്ടില്ല. എല്ലാവരും അവസാനം അവരെ പഴയ ബയർ തന്നെ എടുക്കുമായിരുന്നു. പിന്നെ 2 മാസമായിട്ട് എനിക്ക് ഏകദേശം ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും. പിന്നെ 3rd month കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഫസ്റ്റ് ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത്. പക്ഷെ 3rd month വരെ ഞാൻ കുറച്ച് ബാക്കോട്ട് അടിക്കണം എന്നുള്ള കുറച്ച് ഒരു മൈൻഡ് വന്നിനായിരുന്നു. അത് ഇത് ഇനി മുന്നോട്ട് പോണം, ഇങ്ങനെ ആൾക്കാർ വിചാരിച്ച പോലെ അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. ഇപ്പം സാറ് ഏറ്റവും കൂടുതൽ വോളിയത്തെ സെല് ചെയ്യുന്നത് ഏത് മാർക്കറ്റിലാണ്? ഇപ്പം സൗത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്താണ് സാർ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത്? ഞാനിപ്പോ എന്റെ മാക്സിമം ബില്ലിംഗ് വരുന്ന വയനാട് തന്നെയാണ് കൂടുതലും. പിന്നെ ബാംഗ്ലൂർ നല്ലോണം ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഇപ്പൊ കുറെ ഹോട്ടൽസ് നമുക്ക് നമ്മളെ റെഗുലർ കസ്റ്റമേഴ്സ് ആണ്, കുറെ ഗ്രൂപ്പ്സ് ഉണ്ട് എനിക്ക് ബാംഗ്ലൂർ. ഓക്കെ സർ, അതുപോലെ തന്നെ നോർമലി ഒരു ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതിന്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഒന്ന് ക്രെഡിറ്റ് പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആയിരിക്കാം. അപ്പം ഒരു പ്രോപ്പർ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. അതായത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ നീഡ്സ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. സാർ ഇത് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? പക്ഷേ നമ്മൾ ഇതിന് ചെറിയൊരു ക്രെഡിറ്റ് ടൈം ഉണ്ട്. കുറച്ച് പുതിയ ഹോട്ടൽസിന് ഞാൻ ക്രെഡിറ്റ് കൊടുക്കില്ല. നമ്മളായിട്ട് ഒരു പരിചയമായി കഴിഞ്ഞാല് ഒരു കുറച്ച് ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. ചിലപ്പോൾ ആ ക്രെഡിറ്റ് പീരീഡ് നീണ്ടു പോകുന്നവരാണ് നമ്മളെ മൊത്തം ക്യാഷ് ഫ്ലോനെ ബാധിക്കും. അത് ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം നമുക്ക് എന്തെടുക്കണേ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ടവല് നമ്മൾ ആദ്യം നൂലെടുത്ത് ഡൈക്ക് പ്രോസസ് എല്ലാം നമ്മള് ഇൻവെസ്റ്റ് ചെയ്യണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഗോഡൌണിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇതിന്റെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് അവിടെയാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഫസ്റ്റ്, എന്നിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പക്ഷെ അപ്പൊ ഓവർ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് ഫ്ലോയിൽ ഭയങ്കര വ്യത്യാസം വരും. ഭയങ്കര ഇത് എനിക്ക് ലോക്ക്ഡൌൺ അല്ല, ഈ ചൂരൽമല പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്യാഷ് ഫ്ലോന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് വയനാട് ഹോട്ടൽസ് എല്ലാം ഡിമ്മായി ചൂരൽമല വിഷയം കൊണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 മാസത്തോളം തീരെ കസ്റ്റമർ ഒന്നുമില്ല. പേയ്മെന്റ് കിട്ടാനുള്ളത് എനിക്ക് ഭയങ്കര സ്ലോ ആയി. ശരിക്കും സ്ട്രഗിൾ ആയിരുന്നു ആ ഒരു 2 മാസം, ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ സാറ് നോർമലി എന്താ ചെയ്യാറുള്ളത് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പം അന്നേരം ഞാൻ മാനുഫാക്ചറിങ് സൈഡ് പ്രൊഡക്ഷൻ കുറച്ചു മാക്സിമം കുറച്ചിട്ട് അത് ഗോഡൌണിൽ വളരെ കുറഞ്ഞ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഓർഡേഴ്സ് വരുന്നവരെ
അങ്ങനെ വെച്ചു ഞാൻ. അങ്ങനെ ഓർഡർ ഒന്നും അങ്ങനെ മാനുഫാക്ചർ ചെയ്യാണ്ട് സ്റ്റോക്ക് ചെയ്യാണ്ട് വളരെ ലിമിറ്റഡ് സ്റ്റോക്കിലായിരുന്നു വാങ്ങിച്ച ശേഷം ഞാൻ ബിസിനസ് ചെയ്തത്. ആ ഒരു പീരീഡിൽ എനിക്ക് കുറച്ച് സ്ട്രഗിൾ വന്നു. കാരണം അന്നേരം ബിസിനസ്സും കുറഞ്ഞു. കാരണം സ്റ്റോക്ക് ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് പോകണം. സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഭയങ്കരമായിട്ട് ലോയിലേക്ക് പോകും. ഈ ഒരു ഇൻഡസ്ട്രിയിൽ സാർ പറഞ്ഞു ഓൾറെഡി ഇതൊരു മെഷീൻ ഡ്രിവൺ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ മാൻ പവറിന്റെ അധികം നീഡില്ല എന്നുള്ളത്. അപ്പം ശരിക്കും ഇത് തുടങ്ങണമെങ്കിൽ സാറിന് മിനിമം എത്ര മാൻ പവേഴ്സ് വേണ്ടി വരും? ഇതിപ്പം വീവിംഗ് സൈഡ് ഒക്കെ വെച്ചാല് മെഷീന് 3 ആളുണ്ടെങ്കിൽ സുഖമായിട്ട് വർക്ക് നടക്കും. ജസ്റ്റ് അവര് മാനേജ് ചെയ്ത് പോയാൽ മതി, ഈസി ആയിട്ട് നടക്കും. പിന്നെ നമ്മള് ഈ റീറ്റെയിൽ സെഗ്മെന്റിൽ നോക്കുമ്പോൾ മാർക്കറ്റിങ്ങിന് ആള് വേണം, ക്യാഷിൽ ആള് വേണം, പാക്കിങ്ങിന് ആള് വേണം. അപ്പൊ അങ്ങനത്തെ ഒരു മിനിമൽ ആയിട്ടുള്ള ആള് മതി. ഭയങ്കര കുറെ സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് ഏകദേശം 4 ആൾ ഇവിടെയുണ്ട്. ഈ റോഡ് സൈഡ് നോക്കാൻ വെച്ചാൽ 4-5 പേര്. അത്രയും മതിയോ സാർ? ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ ഏകദേശം ഒരു 20 ഇയേഴ്സോളം സാർ ഉണ്ടായിരുന്നു. സാർ പർച്ചേസിന് സംബന്ധമായിട്ട് പല പല ഫാക്ടറീസിലും സാർ പോയിട്ടുണ്ട്. അപ്പം പലർക്കും ഉള്ള സംശയമാണ് ഒരു ക്ലോത്ത് എങ്ങനെയാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചുരിദാർ ആവട്ടെ, ലഹങ്ക ആവട്ടെ, ഇതൊക്കെ അവരെങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് പലരുടെയും സംശയമാണ്. സാറിന് അതിനകത്ത് എന്താ പറയാനുള്ളത്? പർച്ചേസിന് പോകുന്ന ആള് ഒരു വാക്ക് എന്തായാലും പഠിച്ചിരിക്കണം. നോ എന്നുള്ളൊരു വേർഡ്, നോ പറയാൻ പഠിക്കണം. എന്നാൽ മാത്രമേ പർച്ചേസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ, എനിക്ക് ചുരിദാർ വേണം. നമ്മളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, എനിക്ക് എങ്ങനത്തെ ചുരിദാറാ വേണ്ടെന്നുള്ള, ഇങ്ങനത്തെ എടുക്കാന്നായിരിക്കും നമ്മൾ പോകുന്ന പർച്ചേസിന് പോകുന്ന നമ്മളെ മൈൻഡിൽ അതാ ഉണ്ടാവാം. ഇങ്ങനത്തെ ഒക്കെ എടുക്കണം, ഇങ്ങനെയൊക്കെ എടുക്കണം എന്നല്ല നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മള് ഒരു 4-5 കടകളിൽ പോയപ്പോ നമുക്ക് കിട്ടൂല, നമുക്ക് ആ പ്രൊഡക്റ്റ് വിചാരിച്ച പ്രൊഡക്റ്റ് കിട്ടൂല. അപ്പൊ 4-5 കട കഴിഞ്ഞ് ഒരു 6ാമത്തെ കടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള സ്റ്റാഫുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവിടുത്തെ സ്റ്റാഫുകൾ. അപ്പൊ നമ്മൾ ആ സങ്കടം തോന്നിയിട്ട് നമ്മളിപ്പോ ഒരു 10 എടുക്കാന്ന് വിചാരിക്കും. അവന്റെ ഇത് നമ്മൾ കുറെ കാണിച്ചില്ലേ, അത് ഇനി ഒന്നും മനസ്സിലാവണ്ട, നമുക്കിനി കുറച്ച് എടുക്കാം. ആ എടുക്കുന്ന പീസ് ആയിരിക്കും നമ്മളെ ഷോപ്പിലെ ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ അതും നമ്മൾ നോന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സക്സീഡ് ചെയ്തുകൊണ്ടാകാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. ഓക്കെ സർ, അതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ സാർ ഡെഡ് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ ട്രെൻഡ് ഔട്ട് ആവുന്ന സമയത്ത് അത് ഡെഡ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. ആ ഡെഡ് സ്റ്റോക്ക് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഡെഡ് സ്റ്റോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫാഷൻ ഓറിയന്റഡ് ആണ് ഈ സൽവാറും ഇതൊക്കെ. അത് ചേഞ്ച് ചെയ്യാൻ എവറി ഇയർ അത് മാറിക്കൊണ്ടേയിരിക്കും. സൽവാറും ലെഹങ്കയും ഇതൊക്കെ എവറി ഇയർ മാറിക്കൊണ്ടേയിരിക്കും. ഈ കൊല്ലം ചിലപ്പം സിൽക്ക് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വെൽവെറ്റ് ആയിരിക്കും. ആ വെൽവെറ്റ് മാറി ചിലപ്പം പിന്നെ വേറെ ജോർജറ്റിലേക്ക് പോകും, അല്ലെ ഫാബ്രിക്കിലേക്ക് പോകും. ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് നല്ല പർച്ചേസിങ് എത്ര ചെയ്താൽ പോലും എന്തായാലും അതിൽ ഡെഡ് വരും. ഒരു 10% 15% എന്തായാലും ഡെഡ് വരും ഈ സൽവാർ സെക്ഷൻ ഇതിലൊക്കെ ആണെങ്കിൽ. അപ്പൊ എന്തായാലും കൊടുത്താല് ചിലപ്പോൾ 5% വരെ കിട്ടില്ല. കോസ്റ്റിന്റെ 5%-ലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കാൻ. അത്രയും ലോസ് ആണ് അത്. അതാണ് ആ സെഗ്മെന്റിൽ കളിക്കുമ്പോൾ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതി. സർ, അതുപോലെ തന്നെ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സംഗതി, ഇപ്പം ഡ്രസ്സിന്റെ കേസിൽ തന്നെ ആവട്ടെ, ഇപ്പം പണ്ടത്തെ ബാഗി പാൻസ് ഒക്കെയാണ് ആക്ച്വലി ഇന്ന് ട്രെൻഡായിട്ട് വരുന്നത്. ഇതൊരു സൈക്കിൾ ആണോ? ഷുവർ ആയിട്ടും. കാരണം ഇത് 100% അതാണ് സൈക്കിൾ. പണ്ടത്തെ ഇങ്ങനെ തിരിച്ചു വരാണ് ഇപ്പൊ ഞാൻ തന്നെ ആക്ച്വലി ഇതുവരെ ടൈറ്റ്സ് ആണ്, പാന്റ് ടൈറ്റ് പാന്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ജീൻസ് ഒക്കെ. എനിക്ക് ടൈറ്റ് പറ്റുന്നില്ല, ഞാൻ ഇപ്പൊ ലൂസ് ആയിട്ടുള്ള ജീൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പെട്ടെന്നാണ് ട്രെൻഡ് മാറുന്നത്. അപ്പൊ എന്റെ അടുത്തുള്ള പഴയ ജീനുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും, നമുക്ക് ഇടാൻ പറ്റൂല. പിന്നെ അതാണ് ട്രെൻഡ് മാറുമ്പോൾ നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മൂവ് ചെയ്യും. അപ്പം ഈ ട്രെൻഡ് പോകുന്നത് വീണ്ടും പഴയ കാലത്തേക്ക് തന്നെയാണ്. ട്രെൻഡ് പോകുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു പഴയ സ്റ്റൈലാണ്. എന്റെ ഉപ്പൊക്കെ ഉപയോഗിച്ച ബാഗി മറ്റേ ലൂസ് പാന്റ് ഒക്കെയാണ് ഇപ്പം ഇവിടെ ട്രെൻഡ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി വലിയ കോളറെ കൂടി വരാനുള്ളൂ മാർക്കറ്റിൽ. ഷർട്ട് നോക്കാൻ വെച്ചാൽ ഷർട്ടിന്റെ കാറ്റഗറി വെച്ചാൽ ആ സമയത്ത് വലിയ കോളറായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അടുത്ത 2-3 കൊല്ലം ഒരു 4-5 കൊല്ലം കൊണ്ട് ചിലപ്പോ അതായിരിക്കും അടുത്ത ട്രെൻഡ്. പാന്റ് ഓൾറെഡി ലൂസായി, ഇനിയിപ്പോ ഷർട്ടിന്റെ ട്രെൻഡ് എങ്ങനെ വരാന്ന് അറിയില്ല. സർ, അതുപോലെ ഈ ട്രെൻഡ് ശരിക്കും ആരായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക? ട്രെൻഡ് സെറ്റേഴ്സ് ശരിക്കും ഡിസൈനേഴ്സ് ഉണ്ട്. ശരിക്കും കുറച്ച് ഇന്ത്യയിലുള്ള ടോപ്പ് ഡിസൈനേഴ്സിന്റെ ഒരു ക്ലബ് ഉണ്ട്. അവര് എവറി 6 months അവര് കോർഡിനേറ്റ് ചെയ്യും ഈ ഡിസൈനേഴ്സ് ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ. അവരൊരു കളർ പാറ്റേൺ വരെ ഫിക്സ് ചെയ്യും. ഈ 6 months നമ്മൾ ഈ കളറാണ് നമ്മൾ
ചെയ്യാൻ പോകുന്നത് എല്ലാവരും. അപ്പൊ എല്ലാവരും അത് പിടിച്ചിട്ടാണ് ചെയ്യാൻ, ആ ഒരു കളർ പാറ്റേൺ ആണ് എടുക്കാൻ. കുറെ ആൾക്കാരെ ഡിസൈൻസ് എല്ലാം സെറ്റ് ചെയ്യും ആ സമയത്ത്. എവറി ഡിസൈനേഴ്സ് 6 months അവർ ചേഞ്ച് ചെയ്യും അവരെ പാറ്റേൺ, അവരെ കളേഴ്സ്, അവരൊക്കെ ചേഞ്ച് ചെയ്യും. ഇന്ത്യയിലെ ടോപ്പ് ഡിസൈനേഴ്സ് എനിക്ക് തോന്നുന്ന ഒരു 10-25 പേരുണ്ടാവും മെയിൻ ആയിട്ടുള്ള. അവരാണ് ശരിക്ക് ഒരു ഇന്ത്യയിലെ ട്രെൻഡ് സെറ്റേഴ്സ് ശരിക്കും വെച്ചാൽ. ഓക്കെ സർ, അതുപോലെ തന്നെ ഇനി സാറിന്റെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്? ഇപ്പം സാർ ഓൾറെഡി ഒരു ബ്രാൻഡ് ഓൺ ചെയ്യുന്നുണ്ട്, അത് സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ പെനട്രേറ്റ് ചെയ്ത് അത്യാവശ്യം ഒരു ലീഡിങ് പ്ലെയർ തന്നെയാണ് സാർ മാർക്കറ്റിൽ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്കൊരു പ്രീമിയം ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. ലോഞ്ച് മീൻസ് ലെഹങ്കൻ്റെ ഒക്കെ പ്രീമിയം ലോഞ്ച്. ഇപ്പൊ കേരളത്തിൽ ഞാൻ ഈ മന്തിൽ ഞാൻ കുറെ അടുത്ത് ട്രാവൽ ചെയ്ത് നോക്കി, സ്റ്റഡി ചെയ്തു. എവിടെയും നമുക്ക് 1 lakhന്റെ മേലെ ഒന്നും ആരും സ്റ്റോക്ക് ചെയ്യുന്നില്ല. 1 lakhന്റെ അത് എല്ലാവരും സ്റ്റോക്ക് ചെയ്യുന്നത് 25, 30, 40, 50 മാക്സിമം പോയാലും ഒരു 80. പക്ഷെ 1 lakh, 2 lakh, 3 lakhന്റെ ഒന്നും മാർക്കറ്റിൽ ആരും വെക്കുന്നില്ല. അത് ഇവിടുത്തെ കേരളക്കാർ മൊത്തം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പം പുറത്തു പോകുന്നുണ്ടാവും. വളരെ കുറഞ്ഞ ആൾ ഇവിടുന്ന് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ കൂടുതൽ പേരും പുറത്തു പോകുന്നുണ്ട്. ഐ മീൻ കേരളത്തിന്റെ പുറത്ത്, ഐ മീൻ ഡൽഹിയിലും ബോംബെയിലൊക്കെ. കാരണം അത് ഇവിടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. 6 lakhന്റെ 1 lakhന്റെ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് ഈ ഒരു ഹെവി സെക്ടർ നോക്കുമ്പോൾ ആരും ചെയ്യുന്നില്ല. അപ്പൊ അതാണ് എൻ്റെ ഒരു ഫോക്കസ്. അതിൽ അങ്ങനത്തെ ഒരു ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഓക്കെ സർ, അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. തുണികളെ കുറിച്ചിട്ടും അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുമുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകാൻ പറ്റിയിട്ടുണ്ട്. സോ താങ്ക് യു സർ. താങ്ക് യു.